ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MED ലീഡ്സ് ആപ്പിലെ ലേണേഴ്സ് ചോദ്യാവലിയിൽ 29 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30ാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നിങ്ങളുടെ വാഹനം ഒരു കാൽനട യാത്രക്കാരനെ ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം പോകുക. ഓപ്ഷൻ ബി, വ്യക്തിയെ സഹായിക്കുകയും ആംബുലൻസിനെ വിളിക്കുകയും ചെയ്യുക. ഓപ്ഷൻ സി, പരിക്കേറ്റ വ്യക്തിയെ സഹായിക്കുക, സ്വയം പരിചയപ്പെടുത്തുക, തുടർന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുക. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പരിക്കേറ്റ വ്യക്തിയെ സഹായിക്കുക, സ്വയം പരിചയപ്പെടുത്തുക, തുടർന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സ്റ്റിക്കറുകളും പോസ്റ്ററുകളും ഒരു വാഹനത്തിൻ്റെ വിൻഡ്ഷീൽഡ് ഗ്ലാസിൽ സ്ഥാപിക്കാൻ പാടില്ല. കാരണം? ഓപ്ഷൻ എ, ഈ രീതിയിൽ പരസ്യം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഓപ്ഷൻ ബി, അവ ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നു. ഓപ്ഷൻ സി, മറ്റ് ഡ്രൈവർമാർക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. ഓപ്ഷൻ ഡി, വൈപ്പറിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അവ ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുകയോ റദ്ദാക്കുകയോ ചെയ്ത വ്യക്തി. ഓപ്ഷൻ എ, അടിയന്തര സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യാം. ഓപ്ഷൻ ബി, സാധുവായ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉടമ കൂടെയുണ്ടെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യുക. ഓപ്ഷൻ സി, ഒരു സാഹചര്യത്തിലും വാഹനം ഓടിക്കാൻ അനുവദിക്കില്ല. ഓപ്ഷൻ ഡി, ഒരു കുറ്റം തടയുന്നതിന് വേണ്ടി വാഹനം ഓടിക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു സാഹചര്യത്തിലും വാഹനം ഓടിക്കാൻ അനുവദിക്കില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ: സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഡ്രൈവിങ്ങിനായി മോട്ടോർ വാഹനം വായ്പ നൽകുന്നത്. ഓപ്ഷൻ എ, കടം വാങ്ങുന്നയാൾ മാത്രം ഉത്തരവാദിയായതിനാൽ കുറ്റമല്ല. ഓപ്ഷൻ ബി, ഗുരുതരമായ കുറ്റം. ഓപ്ഷൻ സി, വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുരുതരമായ കുറ്റം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: നിയമം അനുശാസിക്കുന്ന പരിധിക്ക് മുകളിലുള്ള മലിനീകരണമുള്ള വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ എ, അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഓപ്ഷൻ ബി, കുറ്റമാണ്. ഓപ്ഷൻ സി, വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. ഓപ്ഷൻ ഡി, വാഹനം പതിയെ ഓടിക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറ്റമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ: ഒരു മോട്ടോർ വാഹനത്തിൽ ബഹുസ്വരമുള്ള ഹോൺ മൾട്ടി ടോൺ ഘടിപ്പിക്കൽ. ഓപ്ഷൻ എ, അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഓപ്ഷൻ ബി, ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. ഓപ്ഷൻ സി, വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. ഓപ്ഷൻ ഡി, കുറ്റമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം. ഓപ്ഷൻ എ, ജീവൻ രക്ഷിക്കാൻ. ഓപ്ഷൻ ബി, ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് അടിയന്തരമായി നൽകേണ്ട കാര്യം. ഓപ്ഷൻ സി, ഇരയുടെ അവസ്ഥ വഷളാകുന്നത് തടയാൻ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: മദ്യം പ്രതികൂലമായി ബാധിച്ചേക്കാം. ഓപ്ഷൻ എ, ജാഗ്രതയെ. ഓപ്ഷൻ ബി, കാഴ്ചയെ. ഓപ്ഷൻ സി, തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവിനെ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? ഓപ്ഷൻ എ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ വ്യത്യാസമില്ല. ഓപ്ഷൻ ബി, വേഗത കൂടുന്തോറും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയും. ഓപ്ഷൻ സി, വേഗത കൂടുന്തോറും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടും. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വേഗത കൂടുന്തോറും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും കൂടും. പത്താമത്തെ ക്വസ്റ്റ്യൻ: വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ഗിയർ ന്യൂട്രൽ ആയിരിക്കണം. ഓപ്ഷൻ ബി, പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് ആയിരിക്കണം. ഓപ്ഷൻ സി, ക്ലച്ച് പെഡൽ അമർത്തിയിരിക്കണം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 11ാമത്തെ ക്വസ്റ്റ്യൻ: അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ്. ഓപ്ഷൻ എ, നിങ്ങൾക്ക് മികച്ച ഇന്ധനക്ഷമത നൽകുന്നു. ഓപ്ഷൻ ബി, അപകടങ്ങളോട് പ്രതികരിക്കാൻ മതിയായ സമയം കിട്ടുന്നില്ല. ഓപ്ഷൻ സി, യാത്രയ്ക്ക് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഓപ്ഷൻ ഡി, എഞ്ചിൻ കേടുപാടുകൾ കുറയ്ക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അപകടങ്ങളോട് പ്രതികരിക്കാൻ മതിയായ സമയം കിട്ടുന്നില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ: ഹൈവേകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഉള്ള ഒരു അടിസ്ഥാന നിയമം. ഓപ്ഷൻ എ, ട്രാഫിക് കുറവുള്ള പാത ഉപയോഗിക്കുക. ഓപ്ഷൻ ബി, ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് പാതയിലൂടെ വാഹനം ഓടിക്കുക. ഓപ്ഷൻ സി, ഏത് ലൈനിലൂടെയും വാഹനം ഓടിക്കാം.
ഓപ്ഷൻ ഡി തിരക്ക് തടയാൻ മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ വേഗത നിലനിർത്താൻ ശ്രമിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് പാതയിലൂടെ വാഹനം ഓടിക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ വാഹന മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ. ഓപ്ഷൻ എ മോശം അറ്റകുറ്റപ്പണി. ഓപ്ഷൻ ബി വാഹനങ്ങളുടെ അമിതഭാരം. ഓപ്ഷൻ സി ഇടയ്ക്കിടെയുള്ള ഗതാഗതക്കുരുക്ക്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇനി പറയുന്നവയിൽ ഏതാണ് വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുക. ഓപ്ഷൻ എ വാഹനത്തിൻ്റെ വേഗത. ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ ടയറുകളുടെ അവസ്ഥ. ഓപ്ഷൻ സി കാലാവസ്ഥ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. 15ാമത്തെ ക്വസ്റ്റ്യൻ റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഓപ്ഷൻ എ യാത്രകൾക്ക് പൊതുഗതാഗതം കൂടുതലായി ഉപയോഗിക്കുക. ഓപ്ഷൻ ബി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. ഓപ്ഷൻ സി ചെറിയ യാത്രകൾക്ക് നടക്കുകയോ സൈക്കിൾ ചവിട്ടുകയോ ചെയ്യുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. 16ാമത്തെ ക്വസ്റ്റ്യൻ പരിസ്ഥിതി മലിനീകരണം തടയാൻ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാനാകും. ഓപ്ഷൻ എ വാഹനം ശരിയായി സർവീസ് ചെയ്യുക. ഓപ്ഷൻ ബി വാഹനങ്ങളുടെ ടയറുകൾ കൃത്യമായ അളവിൽ വായു നിറയ്ക്കുക. ഓപ്ഷൻ സി താഴ്ന്ന ഗിയറുകളിൽ അമിതമായി വാഹനം ഓടിക്കരുത്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. 17ാമത്തെ ക്വസ്റ്റ്യൻ കൃത്യമായി സർവീസ് ചെയ്ത വാഹനം ഡാഷ് നൽകും. ഓപ്ഷൻ എ കുറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയം. ഓപ്ഷൻ ബി നിങ്ങളുടെ റോഡ് ടാക്സ് റീഫണ്ട്. ഓപ്ഷൻ സി മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ അന്തരീക്ഷ മലിനീകരണവും. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ അന്തരീക്ഷ മലിനീകരണവും. 18ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഒരു പന്ത് വരുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ അതേ വേഗതയിൽ ഡ്രൈവിംഗ് തുടരുക, ഹോൺ മുഴക്കുക. ഓപ്ഷൻ ബി അതേ വേഗതയിൽ ഡ്രൈവിംഗ് തുടരുക, ഹെഡ്ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുക. ഓപ്ഷൻ സി വേഗത കുറയ്ക്കുക, കുട്ടികൾക്കായി നിർത്താൻ തയ്യാറാകുക. ഓപ്ഷൻ ഡി വാഹനം നിർത്തി കുട്ടികളോട് അവരുടെ പന്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വേഗത കുറയ്ക്കുക, കുട്ടികൾക്കായി നിർത്താൻ തയ്യാറാകുക. 19ാമത്തെ ക്വസ്റ്റ്യൻ എൽ മാർക്കുള്ള ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനത്തെ മറികടക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം. ഓപ്ഷൻ എ അവരുടെ ഉദ്ദേശം എപ്പോഴും വലതുവശത്തെ ലൈനിൽ വാഹനം ഓടിക്കുക എന്നതാണ്. ഓപ്ഷൻ ബി ഇത് അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കും. ഓപ്ഷൻ സി അവർ പരിഭ്രാന്തരായേക്കാം, അത് അപകടത്തിലേക്ക് നയിച്ചേക്കാം. ഓപ്ഷൻ ഡി പൊതുവെ അവർ ആരോഗ്യപരമായി യോഗ്യരല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അവർ പരിഭ്രാന്തരായേക്കാം, അത് അപകടത്തിലേക്ക് നയിച്ചേക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് സിഗ്നൽ കാണിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ഒരു ബസ്സിനെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ അത് നീങ്ങുന്നതിന് മുൻപ് കടന്നു പോകുക. ഓപ്ഷൻ ബി ബസ്സിനെ പോകാൻ അനുവദിക്കുക. ഓപ്ഷൻ സി നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ബസ്സിനെ പോകാൻ അനുവദിക്കുക. 30ാമത്തെ ലെവലും കംപ്ലീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. 31ാമത്തെ ലെവൽ ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിലായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.